പലരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരാളാണ് ഞാൻ. ലോഹിതദാസ് വിലയിരുത്തപ്പെടാൻ പോകുന്നത് എൻ്റെ മരണശേഷമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മലയാള ചലച്ചിത്ര ലോകത്ത് വലിയൊരു വിടവുണ്ടാക്കി ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭ നമ്മളെ വിട്ടുപോയിട്ട് ഇന്നേക്ക് 15 വർഷമാകുന്നു. വെറും 20 വർഷമാണ് ലോഹിതദാസ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാലയളവ് കൊണ്ട് തന്നെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായി മാറാനും അദ്ദേഹത്തിന് സാധിച്ചു. മനസ്സിനുള്ളിൽ ആഴത്തിൽ പതിപ്പിച്ചു വയ്ക്കാവുന്ന കുടുംബ ചിത്രങ്ങളായിരുന്നു ലോഹിതദാസിൻ്റെ സംഭാവനകൾ. അതുകൊണ്ട് തന്നെയാണ് വെറുതെ ഇരിക്കുമ്പോൾ ആ സിനിമകൾ നമ്മെ പലപ്പോഴും വേട്ടയാടുന്നതും. സേതുമാധവനും ബാലം മാഷും ഭാനുവും റോയ് മോനുമെല്ലാം നമ്മുടെ ആരൊക്കെയോ ആണെന്ന് തോന്നിപ്പോവുന്നതും അതുകൊണ്ട് തന്നെയാണ്. സംവിധായകന്റെ കുപ്പായത്തേക്കാൾ കൂടുതൽ ഇണങ്ങുന്നത് തിരക്കഥാകൃത്തിന്റെ വേഷമാണെന്ന് ചിലർ പറയുന്നുണ്ട്. കാരണം ലോഹി തിരക്കഥ നിർവഹിച്ച സിനിമകൾക്ക് അത്ര ഹൃദയസ്പർശികളായിരിക്കും. ലോഹിതദാസ് സിനിമകൾ ദുരന്തം കാണിക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ജീവിതഗന്ധിയായ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച അദ്ദേഹം 2 പതിറ്റാണ്ടിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ എഴുതിയത് 44 തിരക്കഥകൾ, സംവിധാനം ചെയ്തത് 12 ചിത്രങ്ങളും. ഭരതൻ ലോഹിതദാസ്, സിബി മലയിൽ ലോഹിതദാസ്, ഈ കൂട്ടുകെട്ടിൽ എത്രയോ മികച്ച സിനിമകൾ മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവയെ മറികടക്കാൻ മറ്റൊരു ചിത്രമില്ല എന്ന് വേണം പറയാൻ. ചാലക്കുടിക്കടുത്ത് മുരിങ്ങൂരിൽ 1955 മെയ് 10-നാണ് അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന AK ലോഹിതദാസിൻ്റെ ജനനം. എറണാകുളം മഹാരാജാസിൽ നിന്നും ബിരുദ പഠനവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സും പൂർത്തിയാക്കി. നാടകത്തിലൂടെയായിരുന്നു കലാരംഗത്തേക്കുള്ള ലോഹിതദാസിൻ്റെ അരങ്ങേറ്റം. അതിനു മുമ്പേ ചെറുകഥകളും മറ്റും എഴുതിയിരുന്നെങ്കിലും അതത്ര വിജയിച്ചിരുന്നില്ല. സർവകലാശാലയുടെയും സംഗമ സ്ഥാനങ്ങളുമായ സിനിമയുടെ ലോകം ലോഹിക്കായി കാലം കാത്തുവച്ചിരുന്നതിനാലാകാമെന്ന് കലാരംഗം പിന്നീട് പറഞ്ഞുവച്ചു. തോപ്പിൽ ബാസിയുടെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന നാടകവേദിക്ക് വേണ്ടി എഴുതിയ സിന്ധു ശാന്തമായി ഒഴുകുന്നു ആയിരുന്നു ആദ്യ നാടകം. ആദ്യ നാടകത്തിലൂടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാര നേട്ടം സാധ്യമായപ്പോൾ ജീവിതം നാടകത്തിനായി അദ്ദേഹം സമർപ്പിച്ചു. എഴുത്തു മാത്രമായിരുന്നില്ല, അഭിനേതാവായും ലോഹി നാടക ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു. ലോഹിതദാസിൻ്റെ ചലച്ചിത്ര ലോകത്തേക്ക് ആനയിച്ചത് മഹാനടൻ തിലകനാണ്. 1987 സിബി മലയിലിനു വേണ്ടി തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ലോഹിതദാസ് വെള്ളിത്തിരയിൽ ഹരിശ്രീ കുറിച്ചു. തനിയാവർത്തനത്തിലെ ബാലൻ മാഷ് കുടുംബത്തിൻ്റെ പ്രാരാബ്ദം പേറുന്ന മൂത്ത പുത്രനാണ്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഭ്രാന്ത് കൈമാറുന്ന കുടുംബത്തിലെ അടുത്ത അവകാശി. ഒരു നീറ്റലോടെ അല്ലാതെ മലയാളികൾക്കൊരിക്കലും തനിയാവർത്തനം കണ്ടു തീർക്കാനാവില്ല. നിരൂപക പ്രശംസയും വിപണി വിജയവും ഒരുപോലെ ലഭിച്ച ചിത്രം ആ വർഷം മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം കൂടി ലോഹിതിന് നേടിക്കൊടുത്തു. തിരക്കഥയുടെ കരുത്തുമായി മലയാള സിനിമ മുന്നേറിയ ആ കാലത്ത് അതിൽ സംഭാവന ചെയ്ത കലാകാരന്മാരിൽ പ്രധാനിയാണ് ലോഹിതദാസ്. നെടുനീളൻ ഡയലോഗുകൾ ആർത്തട്ടഹസിച്ച് പറയുന്നവരായിരുന്നില്ല ലോഹിയുടെ നായകന്മാർ. ആഴപ്പരപ്പുള്ള ജീവിതങ്ങളെ നാടകീയതയുടെ കടും പിടുത്തമില്ലാതെ പ്രേക്ഷകരിലെത്തിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിൻ്റെ സൂപ്പർ താരപദവി ഇന്നും അലങ്കരിക്കുന്ന മോഹൻലാലിനും മമ്മൂട്ടിക്കും ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ചത് ലോഹിതദാസ് തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പരാജയപ്പെട്ടവരായിരുന്നു ലോഹിയുടെ നായകന്മാരിൽ ഏറെയും ജീവിതത്തിൽ പരാജയപ്പെട്ടതുപോലെ. സ്വന്തമായ അസ്തിത്വമില്ലാതെ കഥാപാത്രങ്ങളോട് ഒരിക്കൽ പോലും ലോഹ്യം കൂടിയിരുന്നില്ല മലയാളിയുടെ ഈ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ. ഒരു വരി സംഭാഷണം മാത്രമേ ഉള്ളൂവെങ്കിലും കഥാപാത്രങ്ങൾക്കെല്ലാം നിർവചിക്കപ്പെട്ട തനത് ഇടമുണ്ടായിരുന്നു. ആൺനിഴലിൽ മറക്കപ്പെടുന്നവരായിരുന്നില്ല ലോഹിയുടെ നായകന്മാർ. പുതുമുഖങ്ങളുടെയും രാശിയായിരുന്നു ലോഹി. അരയന്നങ്ങളുടെ വീടിലൂടെ ലക്ഷ്മി ഗോപാലസ്വാമിയും, സൂത്രധാരനിലൂടെ മീര ജാസ്മിനും, നിവേദ്യത്തിലൂടെ ഭാമയും വിനുവുമൊക്കെ ലോഹിയുടെ കയ്യും പിടിച്ചാണ് അഭ്രപാളിയിൽ ചേക്കേറിയത്.
പറഞ്ഞതിലേറെ പറയാനുണ്ട്. കഥകൾ ഇനിയുമെല്ലാം പലപ്പോഴും പറഞ്ഞിരുന്നു ലോഹിതദാസ്. അതുകൊണ്ട് തന്നെ ഇനിയും ഏറെ ഹിറ്റുകൾ പിറക്കാനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് 54-ാം വയസ്സിൽ ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ മരണം കൈപിടിക്കുന്നത്. എന്നാൽ മൺമറഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നാട്യങ്ങളില്ലാത്ത പ്രിയ കഥാകാരൻ ഇന്നും മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോഹിതദാസ് വിലയിരുത്തപ്പെടാൻ പോകുന്നത് എൻ്റെ മരണശേഷമായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചത്.